ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു തരികിട കറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നേ ഇല്ല, അത്രയ്ക്കും ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു മീൻ വറുത്തതും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ കിഡു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരായിട്ടാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 8 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വറ്റൽമുളക് ചൂടാക്കി എടുക്കുന്നത് നമ്മുടെ കയ്യിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ തന്നെ നമ്മളിങ്ങനെ വറ്റൽമുളകൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ചേർത്തേച്ചാലും മതി. 3 സ്പൂണോളം അതെടുത്തേച്ചാൽ മതി. ഞാനിവിടെ അതില്ലാത്തത് കൊണ്ട് മാത്രം പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഞെരടി എടുക്കുവാണ്. അന്നേരം നന്നായിട്ട് നമുക്കിത് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തീയിലിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ഞാൻ ഇവിടെ വളരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക്, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് പുളി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് വേണ്ടി വരും. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് ഞെരടിയെടുക്കണം. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ വറ്റൽമുളക് ചേർത്തേക്കണെയാണ്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ കൈ ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമ്മളിത് നന്നായിട്ട് ഞെരടി എടുക്കണം. സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഞെരടി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ ഇവിടെ പുളിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നന്നായിട്ട് പിഴിഞ്ഞ് ആ പുളിവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ചാറ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ്സിനുള്ള ആവശ്യം നമുക്കുള്ളൂ, അതുകൊണ്ട് 1 ഗ്ലാസ്സേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തരികിട കറിയാണെന്ന്. ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വറ്റൽമുളക് ഞാൻ ചൂടാക്കിയെടുത്ത ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാവരും വീട്ടിൽ ഇപ്പോൾ പൊടിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.